ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകളൊക്കെ വെച്ചിട്ടാണ്, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിന് അതേ ടേബിൾ സ്പൂണിൽ തന്നെ 4 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളം, നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ വേണം. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് നമുക്കിത് ഈ ഒരു നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ മിക്സ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് അല്പം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ഒരു 30 സെക്കൻഡ് അത്രയും മതി അടിച്ചെടുത്ത് ഈ ഒരു വളരെ ഫൈൻ പൗഡറാക്കി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 കപ്പ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്താണെങ്കിലും എടുക്കാം. 1/2 കപ്പ് എടുക്കുക. ഇപ്പോൾ ബട്ടറൊക്കെ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചേർക്കുന്നത് അതേ കപ്പിൽ 1/2 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്, നല്ല കട്ടിയുള്ള തൈര്. തൈരും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടായിരിക്കുന്ന തൈര് തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുക്കാം. പക്ഷേ ആ മുഴുവന് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഒന്ന് മാറ്റി വയ്ക്കാം. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മിക്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പൊടികൾ ചേർക്കുന്നത് ആദ്യം അരിപ്പയിലോട്ടാണ്. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ടാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ടും അതുപോലെ റവ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. ഇത് എന്താ പറയുക, ഡാർക്കോ ലൈറ്റോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഡാർക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ബാറ്റർ എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഈ ഒരു ബൗളിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പാലൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് ആദ്യം ഈ ഒരു ഓയിലും തൈരും ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ മിക്സിൽ ആദ്യം ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യം പാലൊക്കെ പിന്നീട് ചേർക്കാം. അങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബാറ്റർ. അത് കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോഫിയുടെ സിറപ്പ് ഉണ്ടല്ലോ, ഡിക്കോഷൻ, അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1/2 കപ്പ് നമ്മൾ എടുക്കുന്ന പാലൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പാല് ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കാതെ ആവശ്യത്തിന് ചേർത്ത് നമുക്കിതൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം. ഇനിയാണ് ഞാൻ 1 നുള്ളു ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി ഓവർ മിക്സിംഗ് ഒന്നും പാടില്ല കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഒട്ടും തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം കേട്ടോ. അതായത് സ്പാച്ചുലയിൽ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, കണ്ടോ, മടക്ക് പോലെ വരുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിന് വേണ്ടുന്നത്. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ടിന്നിലോട്ടൊന്നും മാറ്റുന്നില്ല. കാരണം ഇതൊരു നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ്. അപ്പോൾ കട്ടിയുള്ള ഗ്ലാസ്സിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്നോട് മുന്നേ ഇതുപോലൊരു കുട്ടി ആണെന്ന് തോന്നുന്നു ഡൗട്ട് ചോദിച്ചായിരുന്നു, നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബൗളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് ഗ്ലാസ് ബൗളിലും ഒക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നല്ല കട്ടിയുള്ള ഒരു ബൗളായി ഇരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ അരുവൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ആ ബാറ്ററൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അതിനകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബേക്ക്
ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഒരു നല്ല കട്ടിയുള്ള അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനിതൊന്ന് ചൂടാക്കുന്നുണ്ട്. പ്രീ ഹീറ്റ് ചെയ്യാമെന്നാണ് പറയുക. അപ്പം ഞാനിങ്ങനെ 10 മിനിറ്റോളം ചൂടാക്കി, നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ഒരു വയറാക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ബൗള് ഇതിനകത്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, അതാണ് ഞാനിങ്ങനെ പതുക്കെ ചെരിച്ചത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഏകദേശം ഒരു 35 മിനിറ്റ്, 30-35 മിനിറ്റും ഇടയ്ക്കാണ് നമുക്കിത് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുക. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മൂടി വെക്കുന്ന ഈ മൂടികയ്ക്ക് ഇതുപോലൊരു ഈ ആവി പോകാനൊക്കെയുള്ള ഒരു ഓട്ടയ്ക്കുള്ള മൂടികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ ഒന്ന് തിരികെ വെച്ച് കൊടുക്കുക. എങ്കിലാണ് അതൊരു ഓവൻ്റെ ഒരു സെറ്റിംഗ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതവിടെ ഇങ്ങനെ ആവട്ടെ. ആ ഒരു സമയം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് പാല്. അപ്പോൾ ആ 1 കപ്പ് പാലിൽ നിന്ന് ഞാനൊരു 1/4 കപ്പ് പാല് വേറൊരു ബൗളിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ പാല് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ 1/4 കപ്പ് പാലിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ്, അലിഞ്ഞു വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചിട്ടാണ് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പാലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലിൽ നിന്നാണ് നമ്മളൊരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചത്, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇനി ഈ ഒരു പാലിനകത്തോട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മാറ്റി വെക്കണമെന്ന്. അപ്പോൾ അതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ അറിയാതെ എങ്ങാനും പൊടിച്ച പഞ്ചസാര മുഴുവൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണ തരി പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം, അത് സാധാരണ വെള്ളം എടുക്കാം കേട്ടോ, ചൂടുവെള്ളമൊന്നും വേണമെന്നൊന്നുമില്ല. ഞാനിത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതും ഒരു ഡിക്കോഷൻ തന്നെയാണ്. അപ്പം നമുക്കിത് ആദ്യം നമ്മൾ ചെയ്തത് നല്ല ചൂടുവെള്ളത്തിലാണെങ്കിൽ ഇത് സാധാ വെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിലത്തെ ഒരു കാപ്പിപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കാപ്പിപ്പൊടി ഈ പാലിൻ്റെയും പഞ്ചസാരയുടെയും മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോൺഫ്ലവറിൻ്റെയും ആ പാലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് അരിപ്പയിലൊന്ന് അരിച്ചൊഴിക്കുക. കാരണം കോൺഫ്ലവറിനകത്തൊക്കെ തരികൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഈ ഒരു പാലിനകത്ത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോവിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺഫ്ലവർ ആണ്, പാത്രത്തിന് നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ടിയായിപ്പോവും. നമുക്ക് അങ്ങനെ ഒത്തിരി കുറുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ചെറിയ കട്ടി അത്രയും വേണ്ടി നമുക്ക് വേണ്ടു. നല്ലൊരു ക്രീമൊക്കെ ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഒന്ന് പാല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇച്ചിരി കട്ടിയുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതൊരു പാത്രത്തിലോട്ട് ഞാനൊന്ന് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കേക്ക് എന്താണെന്ന് നോക്കാം. 35 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിള്ളാനുള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ, മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ കറക്റ്റ് 30 മിനിറ്റിൽ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി കാണിക്കാം. ഞാൻ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ ഇതിനകത്ത് പറ്റി പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്കിന്. അപ്പം അത് റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ളതിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അതിങ്ങനെ കണ്ടോ, നല്ല സ്പോഞ്ചിയും സോഫ്റ്റായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് കാണിക്കാം. അങ്ങനെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കറോ വെച്ചിട്ട് ഈ ഒരു കേക്കിന് മൊത്തം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ മേൽഭാഗം ഇച്ചിരി പൊന്തിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്, ഒരേ ലെവലിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് കൈ കൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒരു തവ കൊണ്ടും ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഞാൻ പക്ഷേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീമല്ല, ആ ഒരു പാലിൻ്റെ ഒരു കുറുകിയ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഈ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അന്നേരം ഈ പാലെല്ലാം അല്ലെങ്കിൽ ഈ ഒരു മിക്സ് എല്ലാം നമ്മുടെ കേക്കൊക്കെ വലിച്ച് കുടിച്ച് നല്ല കുതിർന്നൊക്കെ വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം ഞാൻ ഇതാ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂറെങ്കിലും വെക്കണം. എങ്കിലാണ് ഇതൊരു ശരിക്കും ആ ഒരു നല്ല എന്താ പറയുക, സോക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാനിത് ഇനി ഫ്രിഡ്ജിനകത്താണ്, ഫ്രീസറല്ല. നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നല്ല ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ 284 ഏകദേശം 1.25 കപ്പ്, 1.25 താഴെയുള്ള കപ്പിലുള്ള ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഡബിൾ ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ചോക്ലേറ്റ് ക്രീമി പരുവത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാതെ ആവശ്യത്തിന് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റ് ചെയ്യാന്നുള്ളത്. ഒന്നുമില്ല, നമ്മൾ ചോക്ലേറ്റ് എടുക്കുക, ആദ്യം ഒരു പാത്രം ചൂടാക്കുക, അടുപ്പത്ത് വെള്ളം വെക്കുക. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ മേലൊരു പാത്രം വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ മുട്ടായി ഇട്ട് കൊടുക്കുക. ഡയറി മിൽക്കോ ഡാർക്ക് ചോക്ലേറ്റോ എന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആവി കൊണ്ട് വരുന്ന ചൂട് ഈ പാത്രത്തിൽ തട്ടി നമ്മുടെ ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ആ ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇതിനകത്ത് ചേർത്ത് കൊടുത്തെന്നാലും, 1/4 കപ്പ് വേണമെന്നില്ല കേട്ടോ, ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിലും നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ, നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ല പീക്കൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വടിച്ചൊക്കെ ഒന്ന് എടുക്കട്ടെ, അതെല്ലായിടത്തും ഇങ്ങനെ തെറിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ക്രീം. ഈ ക്രീമാണ് നമ്മുടെ കേക്കിൻ്റെ മേലെ നമ്മളൊന്ന് പുരട്ടി അതിനെ സുന്ദരനാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് എടുക്കാം. ഞാൻ ഫ്രിഡ്ജിനകത്ത് 30 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കേക്കൊക്കെ നല്ല സോഗി ആയിട്ട്, നല്ല ഇങ്ങനെ എന്താ പറയുക, അതിനകത്ത് വെള്ളമൊക്കെ ഈ പാലൊക്കെ കുടിച്ച് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഒന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടി വലിയ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണ് ഞാനിതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വേറെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നേരെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 1 മണിക്കൂർ വെച്ചോ. പക്ഷെ ഞാൻ ഇന്ന് ഇച്ചിരി ഫോട്ടോയ്ക്കൊക്കെ ഭംഗി കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ വേറെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ബിസ്ക്കറ്റ്, ഇത് ഉള്ളിലെ ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഉള്ള ഒരു ക്രീം ബിസ്ക്കറ്റാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റാണ്. ഇന്ന് ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ ഇങ്ങനെ തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതാണ് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറുതായിട്ട് തരികൾ കടിക്കാൻ കിട്ടുന്നതൊക്കെ രുചിയാണ്, ഓപ്ഷണലാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ അല്പം ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റ് മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി ഞാനതൊന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് നിങ്ങളുടെ സമയം അനുസരിച്ച് മിനിമം ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ, 1-2 മണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് തണുപ്പിച്ച് കഴിക്കാം. അപ്പം ഞാനിവിടെ കറക്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. നല്ല സൂപ്പർ കോഫി കേക്കാണ്. കോഫി കേക്കാണെന്ന് ഓർത്തുകൊണ്ട് തനി കോഫിയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇച്ചിരി ചോക്ലേറ്റി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ കോഫി കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണ്. ഇതൊരിക്കലും ഫെയിലൊന്നും ആവാൻ പോണില്ല. ഇതിൻ്റെ ചോക്ലേറ്റ് ആ കേക്കൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.